ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ ഒട്ടും തന്നെ കയ്പില്ലാത്ത അടിപൊളി ഒരു പാവയ്ക്ക തോരനാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ പാവയ്ക്കായും 2 സവാളയും ഒരു അത്യാവശ്യം മുഴുത്തൊരു പച്ചമുളകും കൂടെ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ വേറൊരു പ്ലേറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 സ്പൂൺ ഉപ്പുണ്ട്. എന്നിട്ട് നമ്മൾ പാവയ്ക്ക എടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുത്തി കുത്തിയാണ് അരിയുന്നത്, കുഞ്ഞു കുഞ്ഞായിട്ട് കുത്തി ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞരിഞ്ഞ് വിടുമ്പോഴത്തേന് അതിൻ്റെ കുരു ഉള്ള ആ ഭാഗത്ത് കുരു ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പം അതിങ്ങനെ കുത്തി അങ്ങ് കളഞ്ഞാൽ മതി. നേരത്തെയൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാവയ്ക്ക നെടുവേ കീറിയിട്ട് കുരു എടുത്ത് കളഞ്ഞിട്ടായിരുന്നു കേട്ടോ അരിയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല, ഇതുപോലെയാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേന് കുരു കട്ടാവാതെ ഇതുപോലെ നമുക്ക് കുത്തിയെടുത്ത് കളയാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. നമ്മൾ സാധാരണ പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ സാധാരണ ചിലർ ചെയ്യാറുണ്ട്, പാവയ്ക്ക അരിഞ്ഞിട്ട് അതിൻ്റെ ആ ജ്യൂസ് അങ്ങോട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത് കളയാറുണ്ടല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് പാവയ്ക്ക തോരൻ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ നീരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പിലോട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും പാവയ്ക്കയുടെ കയ്പ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഒത്തിരി കയ്പ്പ് ആയിട്ട് നമുക്ക് തോരന് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പം ഒരു അത്യാവശ്യം നമുക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് മാത്രമേ തോന്നത്തുള്ളൂ, അല്ലാതെ പാവയ്ക്കയുടെ ഭയങ്കര കയ്പ്പൊന്നും തോന്നത്തില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പം ഞാൻ പാവയ്ക്കയൊക്കെ കുനുകുനൂന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സവാളയാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത് കേട്ടോ. 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസ് 2 സവാളയാണ്. ഇതുപോലെ കുനുകുനൂന്നൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുനുകുനൂന്ന് ആദ്യം ഒന്ന് തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ 3-4 വെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുനുകുനൂന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിത് എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. ഒരു പച്ചമുളകേ ഞാൻ ഇടുന്നുള്ളൂ, അത്യാവശ്യം നല്ല മൂത്ത പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞായ ഇടയ്ക്ക് വന്നൊന്ന് ഞോണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ അകത്ത് കൈയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അവൻ്റെ കുഞ്ഞിക്കൈ സൈഡിലായിട്ട് കാണാവേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. ആ പച്ചമുളക് അത്യാവശ്യം നല്ല മുഴുത്ത പച്ചമുളകായതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തോരനാണല്ലേ പാവയ്ക്ക. നല്ല ടേസ്റ്റാണ് പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ, നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് പാവയ്ക്ക തോരനേക്കാളും ഇഷ്ടമെന്ന് പറയുന്നത് മെഴുക്കുരട്ടിയാണ്. എൻ്റെ വീട്ടിൽ ആഴ്ച ഒന്നെങ്കിലും ഞങ്ങൾ മെഴുക്കുരട്ടി വെക്കാറുണ്ട് കേട്ടോ പാവയ്ക്ക. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞത് പിന്നെ ഇവിടെ ആർക്കും പാവയ്ക്ക മെഴുക്കുരട്ടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് പാവയ്ക്ക മെഴുക്കുരട്ടി. അപ്പം ഇവിടെ കൂടുതലും വെക്കുന്നതെന്ന് പറഞ്ഞാൽ തോരനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം തോരനാണ്. അപ്പോൾ ഇതുപോലെ സവാള കുനുകുനൂന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങയാണ് കേട്ടോ, തേങ്ങ തിരുമ്മിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ നമ്മൾ സവാള ഉള്ളിയൊക്കെ വേഗം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, നമ്മൾ വേഗത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇത് കടുക് പൊട്ടിച്ച് ഇത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാവേ. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം ഇതുപോലെ ഒരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എന്താണ് ഈ കളറിലിരിക്കുന്നതെന്ന് ആരും ചോദിച്ചേക്കരുത്. ഇത് നമ്മൾ തന്നെ കൊപ്രയാക്കി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഈ കളറിലാണ് അതിരിക്കുന്നത്. നല്ല വൈറ്റ് കളറില്ല, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ദാ ഇനി നമ്മൾ ഇതിലേക്ക് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഒരു 2 തണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും പാവയ്ക്ക കുനുകുനോന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ചേർത്ത് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/2 മുറിയോളം തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇടാനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. ഫ്ലെയിം ഒന്ന് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ആവി കയറുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുവേ. ഒരു 10 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തോരന് കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കുക. നമ്മൾ ആദ്യം തന്നെ അരിയാന്നേരം ഇട്ട് കൊടുത്ത ഉപ്പ് മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഉപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തോർന്ന് വരട്ടെ. ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയപ്പം ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആവണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എന്തായാലും നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലേ തോരൻ. അപ്പം തോരനില്ലാത്ത ദിവസം ഇല്ലായിരിക്കുമല്ലോ എല്ലാവർക്കും. ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാവിലെയൊക്കെ എല്ലാവരും തോരനുണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുവാണെങ്കിൽ പാവയ്ക്ക ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കയ്പങ്ങ് അറിയത്തുമില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ടാറ്റാ ബൈ, സീ യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.